ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഒരു മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു രാവിലെ എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സേറ നല്ല ഉറക്കമായിരുന്നു ഞാൻ എഴുന്നേൽക്കുന്ന ടൈമിൽ. പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും ആൾ എണീറ്റു കേട്ടോ. എന്നിട്ട് പുറത്ത് അപ്പാപ്പൻ്റെ കൂടെ നിന്ന് കളിക്കുകയാണ്. അവിടെ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചിട്ട് തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെത്തിയിട്ട് സേറേനെ കാണുന്ന ഒരു ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സേറ നല്ല അലമ്പായതുകൊണ്ട് എനിക്ക് ഫോൺ തൊടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അവളുടെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ, ഞങ്ങളെ കണ്ടിട്ടുള്ള റിയാക്ഷൻ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ അവളെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു. പിന്നെ ഇതെൻ്റെ അമ്മമ്മയാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് ഞങ്ങളിപ്പം ലീവിന് വന്നതുകൊണ്ട് ഞങ്ങൾ കാണാനായിട്ട് വന്നതാണ്. 2 ദിവസം കഴിയുമ്പോൾ പോകും കേട്ടോ. പിന്നെ അത് അമ്മ ദോശയൊക്കെ മാവൊക്കെ റെഡിയാക്കിയിട്ട് ദോശ ചുടാനുള്ള പരിപാടിയിലാണ്. ആ ടൈം കൊണ്ട് ഞാൻ ഒന്ന് ഫ്രഷായി മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് വൃത്തിയാവാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ ദോശ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം നല്ല ദോശയും പിന്നെ നല്ല മീൻകറിയും ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. പിന്നെ പുട്ടും മീൻകറിയും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ അപ്പുറത്ത് സേറയ്ക്കുള്ള ഫുഡ് അമ്മയും പപ്പയും കൂടി ഇരുന്നിട്ട് കൊടുക്കാൻ കേട്ടോ. ആൾ നല്ല വാശിയാണ്, നല്ല കളിയാണ്. ഇതുപോലെ ഫോണൊക്കെ വെച്ച് കൊടുത്താലാണ് അങ്ങനെ അവൾ ഫുഡ് കഴിക്കുന്നുള്ളൂ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണ്. ലൈക്ക് വ്ളോഗ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ എടുക്കുന്നത്. അതിൽ നേരത്തെ എണീറ്റതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ ടൈമിങ്ങും ഇവിടെയൊക്കെ വ്യത്യാസമാണല്ലോ. അപ്പോൾ എന്നാലും എനിക്കൊരു ഉറക്കക്ഷീണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഹായ് പറ, ഹായ്. ടാറ്റ പോണോ? ആദ്യം ഹായ് പറ. ഹായ്. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ഒന്നും കൂടെ കൊടുത്തേ. ഉമ്മ ടാറ്റ പോവാ പറ. ടാറ്റ പറ. ടാറ്റ പറ. ബൈ. അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിനായിട്ട്, ഒരു ചെറിയ ഷോപ്പിങ്ങിനായിട്ട് മലബാർ ഗോൾഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് ഗോൾഡ് എടുക്കുന്നത് മലബാറിൽ തന്നെയാണ്. എൻ്റെ വെഡ്ഡിങ് ഗോൾഡ് എടുക്കുന്നത് മുതൽ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഗോൾഡൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ മെയിനായിട്ടും സേറയ്ക്ക് ചെയിനും അതുപോലെ തന്നെ ഒരു വളയൊക്കെ എടുക്കാനുണ്ട്. അതേപോലെ തന്നെ എനിക്കും ഒരു ഗോൾഡിൻ്റെ ചെയിൻ എടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മലബാറിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഓരോ ഇങ്ങനെ ജ്വല്ലറി ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെയുള്ള ചെയിനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം സേറയുടെ കഴുത്തിലുള്ള ചെയിൻ അവൾ പൊട്ടിച്ചു കേട്ടോ. അപ്പോൾ അത് മാറ്റി വാങ്ങാനാണ്. നേരിയ മോഡലാണ് കേട്ടോ എനിക്കിഷ്ടം. എനിക്കിങ്ങനെ ഡിസൈൻ ഉള്ളതിനെക്കാട്ടിലും നേരിയ മോഡൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു ചെയിനാണ് നമ്മൾ സേറയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ചെയിൻ നോക്കുകയാണ്. എനിക്കിതുപോലെ നേരിയ ചെയിനാണ് എനിക്കും ഇടാൻ ഇഷ്ടം. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ അങ്ങനത്തെ ഫൈനലായിട്ട് ഈ ഒരു ചെയിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതലും പെൻഡൻറ്റിന് എനിക്ക് അങ്ങനെ കളക്ഷൻസ് തോന്നിയിട്ടില്ല. ചെയിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇത് ഡയമണ്ട് സെക്ഷനിലായിരുന്നു കേട്ടോ ഇവരുടെ ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. ഡയമണ്ടിൻ്റെ ഒരുപാട് പെൻഡൻറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഡയമണ്ട് വേണ്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയിൻ മാത്രമേ അവിടെ നിന്ന് എടുത്തുള്ളൂ. പിന്നെന്താ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഡയമണ്ട്സിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പല വെറൈറ്റി ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഒരുപാട് കളക്ഷൻസ് ഞാൻ അവിടെ കണ്ടു. പിന്നെ ഈ ഒരു ചേട്ടനാണ് നമുക്ക് സംഭവങ്ങളൊക്കെ എടുത്തു തന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്നും വാങ്ങാനില്ലെങ്കിലും നമുക്കിതുപോലെ കളക്ഷൻസൊക്കെ കണ്ട് നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ അതുപോലെ ഞാനും എല്ലാ കളക്ഷൻസൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ UK നിന്ന് വരുമ്പോഴേ അത് ചെയ്യണം എന്നൊക്കെ, അതായത് വാങ്ങണം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് 3rd സ്റ്റഡ് അടിക്കണം എന്നും ഞാൻ വിചാരിച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം സേറേനെയും കൂട്ടി വന്നതുകൊണ്ട് നമുക്ക് അത് പോസിബിൾ അല്ലായിരുന്നു. കാരണം അവൾ ഭയങ്കര അലമ്പായിരുന്നു. പെട്ടെന്ന് നമ്മൾ ജ്വല്ലറിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഓടുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ സെക്കൻഡ് സ്റ്റഡോ നമ്മുടെ നോസ് പിന്നായിട്ടൊക്കെ എടുക്കാം. അതിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ചെറുതും വലുതും നമ്മുടെ ഇഷ്ടത്തിനുള്ള പല സൈസിൽ പല വെറൈറ്റി ആയിട്ടുള്ള നോസ് പിൻസ് അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാനൊരു 3 നമ്മുടെ കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് സ്റ്റഡിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 സ്റ്റഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമുക്ക് ഒരു കോഫി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു കോഫിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ആ സ്റ്റാഫ് സേരയ്ക്ക് കുറച്ച് ബലൂണൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതൊക്കെ വെച്ചിട്ട് ആൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം ഈ ഒരു സ്റ്റെപ്പ് കയറി പോകാനായിരുന്നു ആൾക്ക് താല്പര്യം. പിന്നെ ഒരുപാട് ബാംഗിൾസിൻ്റെ ഇതുപോലെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഗോൾഡ് ഷോപ്പിംഗ് വ്ളോഗായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നിനും പറ്റിയില്ല കേട്ടോ. സേറ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ ബില്ലിടാനായിട്ട് നിൽക്കുകയാണ്. അണ്ടൽ ഇതാണ് അവസ്ഥ, ഫുൾ ഓട്ടോ ആണ്. പിന്നെ അപ്പം അമ്മ അവളുടെ ബാക്കിൽ ഇങ്ങനെ ഓടുകയാണ്. അപ്പം എനിക്ക് സെബേടൻ വീഡിയോ എടുത്ത് തന്നതാണ്. അപ്പോൾ നമ്മളിതാ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എന്താ നമ്മുടെ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ ആലോചിക്കുകയാണ് കേട്ടോ, സെക്കൻഡ് സ്റ്റഡ് അവിടെ നിന്ന് കുത്തണോ വേണ്ടിയോ, ഫുൾ കൺഫ്യൂഷനായിരുന്നു. സെബേടനും സ്റ്റഡ് കുത്തണം എന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഞാനും സെബേടനും കൂടിയിട്ട് നമ്മുടെ ക്യാപിറ്റൽ മോളിൽ പോയിട്ടോ. പിന്നെ അതിൻ്റെ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഞാൻ മറന്നു പോയിട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ രാത്രി വന്നപ്പോഴത്തേക്കും പൊറോട്ടയും നല്ല ബട്ടർ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം വൈൻഡപ്പായി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.